Dear students, physics of football-inde അടുത്ത ടോപ്പിക്കാണ് സ്പീഡ് ആൻഡ് റേഞ്ച് ഓഫ് ദ ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇവിടെ ഫുട്ബോൾ പ്ലെയേഴ്സ് കിക്ക് ദ ബോൾ ഫാസ്റ്റ് ഇൻ 2 സിറ്റുവേഷൻസ്. നമുക്കറിയാം ഫുട്ബോൾ പ്ലേയിൽ കളിക്കുന്ന പ്ലെയേഴ്സ് നമ്മുടെ ഫുട്ബോൾ 2 സിറ്റുവേഷൻസിലാണ് ഫാസ്റ്റായിട്ട് കിക്ക് ചെയ്യാം. അതിൽ 2 സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് when a striker or penalty taker needs to give the goalkeeper less time to react. അതായത് ഗോൾ കീപ്പറിന് റിയാക്ട് ചെയ്യാൻ വളരെ കുറച്ച് സമയം കൊടുത്തുകൊണ്ട് സ്ട്രൈക്കറോ അല്ലെങ്കിൽ പെനാൽറ്റി ടേക്കറോ ബോള് ഫാസ്റ്റ് ആയിട്ട് കിക്ക് ചെയ്യും. അതാണെന്ന് ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് when the goalkeeper needs to be beaten quickly. ഗോൾ കീപ്പറിന്റെ പെട്ടെന്നുള്ള കിക്കാണ് രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത്. In a penalty kick, the ball reaches the goal quickly and air drag only slows it down by about 10%. ഒരു പെനാൽറ്റി കിക്കിന്റെ സമയത്ത് നമ്മുടെ ബോൾ പെട്ടെന്ന് തന്നെ ഗോളാവുകയും ആ സമയത്ത് നമ്മുടെ ഫുട്ബോളിന്റെ മുകളിൽ എയർ ഡ്രാഗ് വളരെ കുറച്ച് എഫക്റ്റ് ചെയ്യുള്ളൂ. ഏകദേശം ബിലോ 10% എയർ ഡ്രാഗ് മാത്രമേ നമ്മുടെ ബോളിന്റെ മേലെ പെനാൽറ്റി കിക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുകയുള്ളൂ. ദ ഗോൾ ഓഫ് എ ഫാസ്റ്റ് പെനാൽറ്റി കിക്ക് ഈസ് ടു ഗെറ്റ് ദ ബോൾ ഓവർ ദ ഗോൾ ലൈൻ ബിഫോർ ദ ഗോൾ കീപ്പർ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഒരു ഫാസ്റ്റ് പെനാൽറ്റി കിക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഗോൾ കീപ്പറിന് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗോൾ കീപ്പറിന് ആ ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ ബോള് എവിടെ വന്നിട്ടുണ്ടാവും, ഗോൾ ലൈനിൽ എത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ടു അച്ചീവ് ദിസ് പെനാൽറ്റി ടേക്കേഴ്സ് എയിം ഫോർ സ്പീഡ് ഓഫ് അപ് ടു 80 miles per hour. ഇങ്ങനെ നമ്മുടെ ഗോൾ കീപ്പറിന് ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ മുമ്പേ നമ്മുടെ ഗോൾ ലൈനിന്റെ മേലെ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ പെനാൽറ്റി ടേക്കേഴ്സ് ഈ ബോള് ഏകദേശം 80 miles per hour കിക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു പെനാൽറ്റി കിക്കില് ബോൾ ഏകദേശം 12 മുതൽ 13 വരെ യാർഡ്സ് സഞ്ചരിക്കുന്നുണ്ട്. എ ഫാസ്റ്റ് പെനാൽറ്റി കിക്ക് ഏകദേശം എത്ര ഉണ്ടാവും? ഫാസ്റ്റ് പെനാൽറ്റി കിക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 miles per hour ആയിരിക്കും കേട്ടോ. എ ഫാസ്റ്റ് പെനാൽറ്റി കിക്ക് ടേക്സ് അബൌട്ട് 0.3 seconds ടു റീച്ച് ദ ഗോൾ. അതായത് ഒരു ഫാസ്റ്റ് പെനാൽറ്റി കിക്കിൽ ഗോൾ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 0.3 seconds ബോൾ എടുക്കുള്ളൂ. ദിസ് ഈസ് ആസ് ഫാസ്റ്റ് ആസ് എ ഗോൾ കീപ്പേഴ്സ് റിയാക്ഷൻ ടൈം. ഗോൾ കീപ്പേഴ്സ് റിയാക്ഷൻ ടൈമിന്റെ അത്ര തന്നെ ഫാസ്റ്റ് ആയിരിക്കണം ഈ പെനാൽറ്റി കിക്കും. സോ ദ ഗോൾ കീപ്പേഴ്സ് ഓൺലി ചാൻസ് ഈസ് ടു ഗിവ് വിച്ച് വേ ദ ബോൾ വിൽ ഗോ ആൻഡ് ഡൈവ് ക്വിക്ക്ലി. അപ്പോൾ ഗോൾ കീപ്പേഴ്സിന്റെ മുമ്പിൽ ആകെ ഒരു ചാൻസേ ഉള്ളൂ. അതായത് ഏത് സൈഡിൽ കൂടിയാണ് നമ്മൾ ബോളിൽ വരിക, അതുകൊണ്ട് എങ്ങോട്ടാണ് ഡൈവ് ചെയ്യേണ്ടത്, പെട്ടെന്ന് ഏത് സൈഡിലേക്കാണ് കിക്ക് ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ഗോൾ കീപ്പറിന്റെ അടുത്തുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് കിക്കിന്, അതായത് ഹൈ സ്പീഡ് വേണ്ട കിക്ക് എന്ന് പറയുന്നത് ലോങ് കിക്കാണ്. The second type of kick that needs high speed is the long kick. The goalkeeper aim to kick the ball as far as possible. അതായത് ഗോൾ കീപ്പറിന്റെ കയ്യിൽ കിട്ടിയ ബോള് ഗോൾ കീപ്പർ അടിക്കുമ്പോൾ അത് എത്ര ദൂരത്തേക്ക് അടിക്കാൻ പറ്റുമോ അത്രയും ദൂരത്തേക്കാണ് ഗോൾ കീപ്പർ അടിക്കുക. ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. വിത്തൗട്ട് എയർ റെസിസ്റ്റൻസ് ദ ബോൾ വുഡ് ട്രാവൽ 4 times faster if kicked twice as fast. അതായത് അവിടെ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മളെ ബോള് ഏകദേശം 4 ടൈം ഫാസ്റ്റർ ആയിട്ട് ആ ഒരു എയിമിൽ എത്തിച്ചേരുന്നാണ് പറയുന്നത്. ബട്ട് ബിക്കോസ് ഓഫ് എയർ റെസിസ്റ്റൻസ് കിക്കിംഗ് ദ ബോൾ ഫാസ്റ്റർ ഡസൻ ഇൻക്രീസ് ദ ഡിസ്റ്റൻസ് ആസ് മച്ച് ആസ് അക്സെപ്റ്റഡ്. അതായത് ഈ എയർ റെസിസ്റ്റൻസ് കാരണം നമ്മൾ എത്ര സ്പീഡിൽ നമ്മളെ ബോൾ കിക്ക് ചെയ്താലും നമ്മൾ വിചാരിച്ചത്ര ഡിസ്റ്റൻസിൽ നമ്മളെ ബോൾ മൂവ് ചെയ്യില്ല. കാരണം എന്താണ്? ആ ബോളിന്റെ മേലെ ആക്ട് ആവുന്ന എയർ റെസിസ്റ്റൻസ്. ഗോൾ കിക്ക് ക്യാൻ ബി കിക്ക്ഡ് വെരി ഫാസ്റ്റ്. എയർ ഡ്രാഗ് ചേഞ്ചസ് ദ ബോൾസ് പാത്ത്. അല്ലെ, ഗോൾ നമുക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് കിക്ക് ചെയ്യാം, പക്ഷേ എയർ ഡ്രാഗ് ആ ബോളിന്റെ പാത്തിനെ എഫക്റ്റ് ചെയ്യും. ഫാസ്റ്റ് കിക്സ് ആർ സ്ലോഡ് ഡൗൺ ബൈ ദ എയർ ഡ്രാഗ്. അപ്പോൾ ഫാസ്റ്റ് കിക്ക് എയർ ഡ്രാഗ് കാരണം സ്ലോ ഡൗൺ ആവും.
ഫോർ ഫാസ്റ്റ് കിക്ക് എയർ ഡ്രാഗ് ഈസ് സ്ട്രോങ് ആസ് ഗ്രാവിറ്റി. ഒരു ഫാസ്റ്റ് കിക്കിനെ സംബന്ധിച്ചിടത്തോളം എയർ ഡ്രാഗ് എന്ന് പറയുന്നത് ഗ്രാവിറ്റീനെ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. സ്പീഡ് ആൻഡ് ആംഗിൾ എഫക്ട് ഹൗ ഫാർ ദ ബോൾ ഗോസ്. അപ്പോൾ നമ്മൾ അടിക്കുന്ന സ്പീഡും അതേപോലെ ഏത് ആംഗിളിലാണോ നമ്മൾ ബോൾ കിക്ക് ചെയ്യുന്നത്, ഇത് രണ്ടും ബോൾ എത്ര ദൂരം പോകും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ സ്ലോ കിക്ക് എയർ ഡ്രാഗ് ഡസൻറ്റ് മാറ്റർ ദാറ്റ് മച്ച്. അപ്പം നമ്മൾ കിക്ക് ചെയ്യുന്നത് സ്ലോ ആയിട്ടാണെങ്കിൽ എയർ ഡ്രാഗ് അത്ര ഒന്നും അതിൻ്റെ മേലെ എഫക്റ്റ് ചെയ്യില്ല. ബട്ട് ഫോർ ഫാസ്റ്റ് കിക്ക് എയർ ഡ്രാഗ് ക്വിക്ക്ലി സ്ലോ ഡൗൺ ദ ബോൾ. പക്ഷെ ഒരു ഫാസ്റ്റ് കിക്കിനെ സംബന്ധിച്ചിടത്തോളം എയർ ഡ്രാഗ് നമ്മളെ ബോളിനെ പെട്ടെന്ന് തന്നെ സ്ലോ ഡൗൺ ചെയ്യും. ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻ മൈൽസ് പെർ ഹവറും ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ദ ഫിഗർ ഷോസ് ഹൗ ദ ബോൾ സ്പീഡ് ഡിക്രീസസ് ഓവർ ടൈം. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മളെ വെലോസിറ്റി ഓഫ് ദ ബോൾ എങ്ങനെയാണ് കുറയുന്നത്. വിത്തൗട്ട് ഡ്രാഗും വിത്ത് ഡ്രാഗും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാവും എയർ ആണ് നമ്മുടെ ബോളിൻ്റെ സ്പീഡിനെ സ്ലോ ഡൗൺ ചെയ്യുന്നത്. അതായത് എയർ ഡ്രാഗ് ആണ് നമ്മുടെ ബോളിൻ്റെ സ്പീഡിനെ എന്ത് ചെയ്യുന്നത്, സ്ലോ ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് ബോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. 2 ഫാക്ടേഴ്സിനെയാണ് നമ്മളെ ബോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. The distance the ball travels, that means the range, depends on 2 conditions. First one, the ball's average horizontal speed, and the second one is the time ball in the air. 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ബോളിന്റെ ആവറേജ് ഹൊറിസോണ്ടൽ സ്പീഡും അതേപോലെ തന്നെ എത്ര സമയം ബോൾ നമ്മുടെ എയറിൽ കൂടെ പാസ് ചെയ്ത് പോയി. ഈ 2 ഘടകങ്ങളാണ് ബോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതായത് ബോളിന്റെ റേഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബോൾ ട്രാവൽ ചെയ്ത ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോളിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. എയർ ഡ്രാഗ് റെഡ്യൂസസ് ബോത്ത് സ്പീഡ് ആൻഡ് ടൈം ഇൻ ദ എയർ. ഈ എയർ ഡ്രാഗ് എന്തൊക്കെ കുറയ്ക്കും? ബോളിന്റെ സ്പീഡും അതേപോലെ തന്നെ ബോൾ എയറിൽ നിൽക്കുന്ന ആ ഒരു സമയത്തിനെയും നമ്മളെ എയർ ഡ്രാഗിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എയർ ഡ്രാഗ് ക്യാൻ കട്ട് ദ റേഞ്ച് ഇൻ ഹാഫ് ഫോർ എ വെരി ഫാസ്റ്റ് കിക്ക്. ഒരു വലിയ ഫാസ്റ്റ് കിക്കിൽ നമ്മൾ എയർ ഡ്രാഗിന് അതിന് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് പകുതിയായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് റേഞ്ച്, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യാർഡ്സും അതേപോലെ തന്നെ സ്പീഡ് ഓഫ് ബോൾ ഇൻ മൈൽസ് പെർ ഹവറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. വിത്ത് ഡ്രാഗിൽ നമുക്കറിയാം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെയേ കൂടുന്നുള്ളൂ അല്ലേ. പക്ഷെ വിത്തൗട്ട് ഡ്രാഗിൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് നോക്ക് എത്രയാ ഇൻക്രീസ് ചെയ്തതെന്ന്. ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് റേഞ്ച് ഫോർ കിക്ക് അറ്റ് 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ചെയ്ത കിക്കിൽ കിട്ടിയ റിസൾട്ട്സ് ആണ്. വിത്ത് ഡ്രാഗും വിത്തൗട്ട് ഡ്രാഗും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇൻ ഫിഗർ ദ റേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്പീഡ് വിത്ത് വിച്ച് ദ ബോൾ ഈസ് കിക്ഡ്, and the graph shows how range changes with speed for kick at 45 angle. Also compares the effect of air resistance. Also the air drag affect the path of the ball. നമ്മളെ ബോളിന്റെ പാത്തിനെയും ഈ എയർ ഡ്രാഗ് എഫക്ട് ചെയ്യും. അതേപോലെ the drag reduces both vertical and horizontal speed. ഈ എയർ ഡ്രാഗ് ബോളിന്റെ വെർട്ടിക്കൽ സ്പീഡും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ സ്പീഡും റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The ball lands at a steeper angle due to drag. നമ്മളെ ബോള് ഒരു സ്റ്റീപ്പർ ആംഗിൾ ആണ് ലാൻഡ് ചെയ്യുക. ഇതിന് കാരണവും എയർ ഡ്രാഗ് ആണ്. വിത്ത് എ ഡ്രാഗ് kicking at 45 doesn't give the maximum range. അതായത് ഒരു ഡ്രാഗ് എയർ ഡ്രാഗ് ഉള്ള ഒരു കിക്കിൽ നമ്മൾ 45 ആംഗിളിൽ കിക്ക് ചെയ്താലും നമുക്ക് മാക്സിമം റേഞ്ച്, അതായത് മാക്സിമം ഡിസ്റ്റൻസ് നമ്മളെ ബോൾ ട്രാവൽ ചെയ്യണമെന്നില്ല. ടു ഗെറ്റ് ദ മാക്സിമം റേഞ്ച് കിക്ക് അറ്റ് എ സ്ലൈറ്റ്ലി ലോവർ ആംഗിൾ. അപ്പൊ നമുക്കൊരു മാക്സിമം റേഞ്ചിൽ നമ്മളെ ബോൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ലോവർ ആംഗിളിൽ നമ്മൾ കിക്ക് ചെയ്യണം. This lower angle gives a slightly longer range, a few yards. ഇങ്ങനെ നമ്മൾ ലോവർ ആംഗിളിൽ കിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ്ങർ റേഞ്ച്, അതായത് ഒരു ലോങ്ങർ ഡിസ്റ്റൻസ്, ഒരു ഫ്യൂ യാർഡ്സിൽ നമ്മളെ ബോൾ ട്രാവൽ ചെയ്യും. ഈ ഗ്രാഫിൽ ഹൈറ്റും
അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡും ആണ് കാണിച്ചിരിക്കുന്നത്. വിത്ത് ഡ്രാഗിൽ നിങ്ങൾക്ക് കാണാം അത്ര ഹൈറ്റിലും പോവില്ല, അതേപോലെ തന്നെ 60 യാർഡ്സ് വരെ നമ്മൾ ബോൾ ട്രാവൽ ചെയ്യുള്ളൂ. എന്നാൽ നമ്മൾ വിത്തൗട്ട് ഡ്രാഗ് നോക്ക് 100 യാർഡ്സ് വരെ അതിലും ഹൈറ്റിൽ നമ്മളെ ബോൾ ട്രാവൽ ചെയ്യും. സോ ദ ഫിഗർ മീൻസ് ദ പാത്ത് ഓഫ് ദ ബോൾ കിക്ഡ് അറ്റ് 70 miles per hour അറ്റ് 45 ഡിഗ്രി. അതായത് ഒരു ബോള് 70 miles per hourൽ 45 ഡിഗ്രിയിൽ അടിക്കുമ്പം കിക്ക് ചെയ്യുമ്പം വിത്ത് ഡ്രാഗിൽ എന്താണ് റിസൾട്ട് വരുന്നത്, വിത്തൗട്ട് ഡ്രാഗിൽ എന്താണ് റിസൾട്ട് വരുന്നത് എന്നാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. So, goalkeepers find that kicking at an angle lower than 45 degree gives the longest range. അപ്പോൾ ഗോൾ കീപ്പേഴ്സ് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്മളെ ബോൾ 45 ഡിഗ്രി ആംഗിളിനെക്കാട്ടും ചെറിയ ആംഗിളിൽ കിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലോങ്സ്റ്റ് റേഞ്ചിൽ നമ്മളെ ബോൾ ട്രാവൽ ചെയ്യുക. ദിസ് മൈറ്റ് നോട്ട് ബി ബിക്കോസ് ഓഫ് എയർ റെസിസ്റ്റൻസ്. ഇതിന് കാരണം ചിലപ്പം എയർ റെസിസ്റ്റൻസ് ആയിരിക്കില്ല എന്നും പറയുന്നുണ്ട്. ബട്ട് ബിക്കോസ് ഇറ്റ്സ് ഈസിയർ ടു കിക്ക് ഫാസ്റ്റ് അറ്റ് ലോവർ ആംഗിൾ. അതായത് എയർ ഡ്രാഗ് കൊണ്ടല്ല, നമുക്ക് ഈസിയർ ആയിട്ട് ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ ബോൾ ട്രാവൽ ചെയ്യണമെങ്കിൽ അത് ലോവർ ആംഗിളിൽ കിക്ക് ചെയ്യുന്നതാണ് ഈസി ആയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ലോങ് റേഞ്ച് ഗോൾ കിക്സ് ആർ യൂഷ്വലി കിക്ഡ് അറ്റ് 30 ഡിഗ്രി ആൻഡ് ലാൻഡ് നിയർ സെൻട്രൽ സർക്കിൾ. നമ്മൾ ലോങ് റേഞ്ച് കിക്ക് സാധാരണയായി 30 ഡിഗ്രി ആംഗിളിലാണ് പ്ലെയേഴ്സ് കിക്ക് ചെയ്യാറ്. അതേപോലെ തന്നെ നമ്മളെ സെൻറ്റർ സർക്കിളിന് അടുത്തായിട്ടാണ് ഈ കിക്ക് സാധാരണ പ്ലെയേഴ്സ് ചെയ്യാറ്. ദീസ് കിക്സ് നീഡ്സ് എ സ്പീഡ് ഓഫ് 70 miles per hour. ഇങ്ങനത്തെ കിക്ക് 30 ഡിഗ്രിയിൽ അടിക്കുന്ന കിക്ക് ഏകദേശം 70 miles per hour സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക. മോസ്റ്റ് ലോങ് റേഞ്ച് ഗോൾ കിക്സ് ആർ ഇൻ ദ എയർ ഫോർ അബൌട്ട് 3 seconds. അതായത് ഏറ്റവും അധികം അല്ലെങ്കിൽ കൂടുതലായി കാണപ്പെടുന്ന ലോങ് റേഞ്ച് കിക്സിൽ നമ്മളെ ബോൾ ഏകദേശം 3 സെക്കൻഡോളം എയറിൽ ട്രാവൽ ചെയ്യുമെന്നാണ് പറയുന്നത്. Kicks from the goalkeeper's hands are easier to kick at higher angle, usually 45 degree. നമ്മുടെ ഗോൾ കീപ്പേഴ്സിന്റെ ഹാൻഡ്സിൽ നിന്നും വരുന്ന ബോൾ ഏകദേശം 45 ഡിഗ്രിയിൽ കിക്ക് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റേഞ്ചും, അതായത് എത്ര ഡിസ്റ്റൻസ് ആണോ നമ്മൾ ബോൾ ട്രാവൽ ചെയ്തത് ഇൻ യാർഡ്സ് വൈ ആക്സിസിലും സ്പീഡ് മൈൽസ് പെർ ഹവർ എക്സ് ആക്സിസിലും വരച്ചപ്പം നമുക്ക് കിട്ടിയ ഗ്രാഫാണിത്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വിത്ത് ഡ്രാഗ്, സെൻട്രൽ സർക്കിളിന് അടിക്കുന്ന വിത്ത് ഡ്രാഗ് ആയിട്ടുള്ള കിക്കിന്റെ ഗ്രാഫാണ് ഈ ലൈൻ കാണിക്കുന്നത്. ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ഡ്രാഗ്, ഓപ്പണൻസ് ഗോൾ ലൈനിൽ അടിക്കുന്ന കിക്കിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദ ഫിഗർ ഷോസ് ദ റേഞ്ച് കാൽക്കുലേറ്റഡ് ഫോർ കിക്സ് അറ്റ് 30 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ. ഈ ഗ്രാഫ് കാണിക്കുന്നത് കിക്ക് അറ്റ് 30 ഡിഗ്രിയിൽ ടൈം ഫോർ ഫ്ലൈറ്റും അതേപോലെ തന്നെ അത് ട്രാവൽ ചെയ്ത റേഞ്ചും അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇൻ യാർഡ്സും ആണ് കാണിക്കുന്നത്. ഇവിടെ ദ ഗ്രാഫ് ഷോസ് ഹൗ ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻക്രീസസ് വിത്ത് റേഞ്ച് ഫോർ ബോൾസ് കിക്ഡ് അറ്റ് 30 ഡിഗ്രി. നമ്മളെ റേഞ്ച് കൂടുന്നതിനനുസരിച്ച് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.